ഹലോ ഗൈസ്, നമ്മളെ ഏറ്റവും പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വ്ളോഗിന് പ്രത്യേകത ഉണ്ട്. എന്താ അറിയോ പൊന്നു ടീംസ്? എനിക്കറിയാം. എന്താണ് ചെലവാണ് 300K അടിച്ച ചെലവ്. അതായത് നമ്മൾ 300K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുന്നു. ടകടകടകട. അപ്പൊ ഇതിൽ എനിക്ക് ഫസ്റ്റ് നന്ദി പറയാനുള്ളത് അജ്മലിനോടാണ്. കാരണം ഞാനും അവനാണ് ചലഞ്ച് വീഡിയോ ചെയ്തിട്ടാണ് കൂടുതൽ 300K അയക്കുന്നുണ്ട്. അപ്പോൾ അജ്മലിന് ഫസ്റ്റ് തന്നെ നന്ദി പറയുന്നു. അപ്പോ നമ്മൾ ഇന്ന് ചെലവ് എന്ത് ചെലവ് ഉദ്ദേശിക്കുന്നത് നിങ്ങള്? മന്തിയോ? ഈ മന്തി വിട്ടൊരു കളിയില്ലല്ലേ? പോയോക്കെ എങ്ങോട്ട് വല്ല ഇവിടെ എടുത്തു പറ്റൂല. അതിന്റെ ട്രാവൽ ചെയ്യാനാ? ട്രാവൽ ചെയ്താണ്ട് മന്തി കഴിക്കാം. എങ്ങനെയുണ്ട്? ആ ഒരു വൈബ് ഇട്ടാൻ വേണ്ടി. പിന്നെ പോയിരുന്നേക്ക് നെസ്റ്റോലൊന്നും കയറണം. അല്ല കേറണോ? എന്നാ അത് വേറെ വ്ളോഗ് ആക്കാം. എന്നാ ഞങ്ങൾ തിരു നെസ്റ്റോലും കൂടി കയറിണ്ട്. ഹാപ്പി അല്ലേ? ഹാപ്പി അല്ലേ? എന്നാല് ഞമ്മക്ക് നൈസ് ആയിട്ട് വിട്ടാലോ? പ്ലാൻ ഉണ്ട്. എങ്ങോട്ട് പോയി നോക്കിയാ മതിയാ? തിരു പോയാ മതിയാ? അവിടുന്ന് വൈബാക്കാം. ഓക്കെ, സെറ്റാവൂലേ കാര്യങ്ങളൊക്കെ? അസ്സലാമു അലൈക്കും. വ്ളോഗ് ഓഫ് അല്ല. അപ്പഴത്തെ പെടൂ. വ്ളോഗ് ഇനി ഓഫ് ഇല്ല. എന്താണ് എന്താണ് ചൊട്ടി പിടിച്ചണോ? അഞ്ചാനെ നമ്മുടെ റോൾസ് റോയ്സ് നോമ്പിനെ കുറിച്ച് എന്തൊക്കെ പറയാനുള്ള വെച്ചാ പറയണട്ടോ. നോമ്പിനെ പറ്റി പറയാനല്ലേ? നോമ്പ് നല്ലൊരു ഇതാണ്. നല്ല ക്ഷീണണ്ടാ? ആദ്യത്തെ 10 കഴിഞ്ഞല്ലോ. ഞങ്ങൾക്ക് ഇല്ല. ഈ ചെറിയ 2 ക്ഷീണല്ലേ ഇവിടെ? പൊന്നു ഇജായിട്ട് ഓൽക്ക് ക്ഷീണം ഉണ്ടാക്കിയൊക്കെല്ലേട്ടാ. പൊന്നു നൈസായിട്ട് സ്കോർ ചെയ്യല്ലേ? ഇത് മറ്റേ പള്ളിക്കട്ടി ചെന്നാരിയാ പാട്ട് നോമ്പര് പാട്ടിടാൻ പാട്ടൊക്കെ നോമ്പ് പാട്ടിടാനല്ല ഉദ്ദേശിച്ചത്. AC ഇടാനും ഉദ്ദേശിച്ചു. AC ഇടാതെ നമ്മളൊന്നും വാഹനത്തിൽ കയറാറില്ല. പൊന്നു ഓണാവൂല. അടേ ഏണ്ട പോണ്ടി? അത് പറഞ്ഞിട്ടില്ല. തിരൂര് ഏത് നല്ല കട ഉണ്ടാ? എനിക്ക് വലിയ പരിചയം. എനിക്കറിയാം. ഞാൻ ഒരു ദിവസം റീല് എവിടെ ഒന്ന് കണ്ടിനു. നമുക്ക് എടാ നമ്മൾ ഇന്നാള് വീഡിയോ ചെയ്ത് അങ്ങോട്ട് വിട്ടു നോക്കിയാലോ? അവിടെ കൂടെ കൗസർ പോവാ. അത് തിരൂരില്ലേ? അത് വലിയ ഷോപ്പല്ലേ? അത് രസം ഉണ്ടാവൂലേ? ഒന്നും കൂടി ആംബിയൻസ് കാര്യങ്ങള് ആണ്ടുപോവാ. ഓക്കെ, അല്ല കോട്ടക്കത്ത് കഴിച്ചല്ലേ? കോട്ടക്കത്ത് കഴിച്ചപ്പോ തന്നെ ഞങ്ങൾക്കൊരു സാറ്റിസ്ഫൈഡ് ആയിക്കണേ. സാറ്റിസ്ഫിക്കേഷൻ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ എന്താ ഉണ്ടാവുമായിരിക്കും. നമുക്ക് അവിടെ പോയിട്ട് അവിടെ നല്ല ആംബിയൻസ് അല്ലേ? ഞങ്ങള് ചെയ്തേക്കണില്ലേ? വീഡിയോ ഞാൻ തിരൂർക്ക് പോയിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഇവിടുത്തെ ഒരു അറിവില് പറഞ്ഞു. ഓരോ അറിവും ചെറുതല്ല. ഇങ്ങോട്ട് എങ്ങനെ പൊന്നു എന്ന എക്സാം സ്റ്റാർട്ട് ചെയ്യണേ? 5 മാർച്ച് 5. അജിന്ന് ഇനി 2 വ്ളോഗ് നമ്മള് നെക്സ്റ്റ് വ്ളോഗ് കൂടി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കിട്ടാ. നമ്മള് ഫുള്ള് വ്ളോഗ് നമ്മൾ ഇത് കഴിഞ്ഞിട്ടല്ലേ? ഇതാണ്ട് കഴിയട്ടെ, എക്സാം കഴിയട്ടെ. പിന്നെ നമ്മള് കുടിച്ചാ കിട്ടാത്ത ഐറ്റം വ്ളോഗ് കാര്യം ചെയ്യാം. അതിനാണ് ഞങ്ങൾ ഇപ്പൊ തന്നെ ഒടുക്കത്തെ വളവ് കയറ്റുന്നത്. ഞങ്ങളുടെ വീട്ടിലുള്ള വളവാ. പുടിച്ചാൻ കിട്ടാത്ത ലെവൽ വ്ളോഗ് വരും. ഡെയിലി നമ്മൾ കണ്ടന്റ് ഇട്ടല്ലേ? ഇഷ്ടപ്പെടുന്നുണ്ടോ ചോദിച്ചു വീഡിയോ ഒക്കെ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ട വീഡിയോ പറഞ്ഞേരി. കമന്റ് അല്ല, നിങ്ങൾ കമന്റ് അടി. സത്യസന്ധമായിട്ട് നിങ്ങൾ കമന്റ് അടി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? അതെ. ഇപ്പൊ ആരും കമന്റുകൾ ഒന്നും ഇടണില്ല. ഇന്ന് എത്രാമത്തെ നോമ്പായി? 10. ഇന്ന് കുട്ടികളെ 10 അവസാനിക്കുകയാണ്. ഇനി എന്തോ ഒരു 10 കണക്കില്ല. തന്നെയാണ്, എനിക്കറിയില്ല. പക്ഷെ കുട്ടികളുടെ 10 റഹ്മത്തിന്റെ 10. മെസ്സിൻ ചലോരട്ടാ സ്കാരത്തിനടിയില് സലാം വീട്ടുമ്പോ വാലേക്കും സലാന്ന് ഉസ്താദ് ഇമാമായി കണ്ടേ അല്ലാഹു അക്ബർ. പിന്നെ അത്തയ്യാത്തിലെത്തി സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. വാലേക്കും സലാം. ചക്ക നോമ്പെടുത്ത ക്ഷീണത്തിൽ കൈമാരാ. എന്താ മുത്തുമോനെ, ഇങ്ങനെ ഞാൻ പാടില്ല. സാരല്ല, അതാ വലിയ തെറ്റൊന്നുമില്ല. ഈ നല്ല കാര്യങ്ങളാ പറഞ്ഞേക്കിട്ട്. മടക്കൽ നിർബന്ധാണ്. അത്രേ ഉള്ളു, വേറെ അതിലൊത്തുമില്ല. നമ്മള് ചെക്കന് തളർത്തല്ല കേട്ടാ. ഞങ്ങളെക്കനെ തളർത്താൻ പറ്റൂല.
നമ്മളവിടെ എത്തുമ്പോത്തിന് നോമ്പ് ഇറക്കണുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ക്യാരംസ് കയറട്ടോ. അല്ല ക്യാരംസ് നമുക്ക് സ്വന്തമാണ്. അത് നമ്മള് ഫ്രീ ആയിട്ട് കിട്ടും ഭക്ഷണം. ഫുഡ് നമുക്ക് ഫ്രീ ആണ്. പുള്ളി ക്ലാസ് അവിടെ പുള്ളി എന്നിട്ട് പൊന്നോ ആ കാറിന്റെ ഇവന് ഷാമ്പു 2 തുള്ളി മൂടി ഉറ്റിക്കേണ്ടത് 5 തുള്ളി ഉറ്റിച്ചിരിക്കണേ. വലിയ ഓവർ സ്മാർട്ട് ആയതാണ്. 5 മൂടി അതിന്റെ ആയിരിക്കൂലേ ഓവർ സ്മാർട്ട് ആക്കിയതാണ്. ഇപ്പൊ ഇതിന്റെ പുള്ളി പോണില്ല. അത് ഇങ്ങനെ ഉണ്ട് ഒരു ഇത്. അല്ലെങ്കിൽ തന്നെ ആകെ ഒരു ഇതായിക്കാണ് നിക്കണേ. ഈ ചെങ്കട്ടിക്ക് ഒന്നും തിരക്കല്ലേ. അത് നോമ്പ് തിരക്കാണ്. ഇവിടെ പറഞ്ഞിട്ട് കാര്യ നോമ്പ് തുറക്കാനുള്ള പോക്ക്. അപ്പൊ കണ്ണും മുക്കിലൊക്കെ പോട്ടാ. എനിക്കറിയില്ല അത് കഴിഞ്ഞിട്ട് വണ്ടിയൊക്കെ ഓട് തട്ടാ. അല്ല നമുക്കേ ഓട്ടോറിക്ഷക്കാരൊക്കെ വൈറലാക്കി നമുക്ക്. ഓട്ടോറിക്ഷക്കാർ ഇന്ത്യക്കട്ട ഇട്ടതൊക്കെ കേരടി നോക്ക്. ഇന്ത്യക്കട്ട ഇട്ടടി ഓ എടാ കാണിക്കടാ. ഇൻഡിക്കേറ്റർ ഇട്ട ഒരു ഓട്ടോറിക്ഷ നമ്മൾ ആദ്യമായിട്ട് കണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ നന്ദിയുണ്ട്. ഞങ്ങളോട് പറഞ്ഞില്ല ഓട്ടോറിക്ഷയിൽ ഇന്ത്യക്കട്ടറൊക്കെ ഇടുന്നേ. നിങ്ങൾ എന്താ പറഞ്ഞേ ഇടൂല. അങ്ങനൊന്നുമില്ല, എല്ലാരും ഇടും. ഈ ബാക്കുള്ള പോലൊക്കെ ഉണ്ടാക്കണേ. എന്ത് പറഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ പറയും. ഇവര് എത്തത് ഒരുമാതിരി ഉണ്ടാക്കണേ. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? എന്നാ പൊന്നോ സ്കൂളിനെ കുറിച്ച് പറയും. ഈ മൈക്കാട് കൊണ്ടുപോയിക്കോ. എന്താ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. പറഞ്ഞോടി 2 വാക്ക്. ഡിവിഷൻ പറയും. ടീച്ചർ പറയടാ. ഞങ്ങളിത് പ്രകാശ് സാറാണ്. സാറ് പ്രകാശിച്ചുകൊണ്ടാ വേണ്ട നമ്മള് അടിക്കാൻ വരാൻ. ഏറ്റവും കൂടുതൽ കുട്ടികളെ എക്സാം ചെയ്തിട്ട് എന്തോ ഒരു ഈ A+ ആദ്യം ഇവിടെ SLC അയക്കണം. അപ്പൊ നമുക്ക് A+ കൂടുതൽ എന്തൊരു ഇതാണിത്. എന്തോ ഒരു ഇതാടോ. ഇങ്ങനെയുണ്ടോ ഒരു ഇത്? ഇങ്ങനെയുണ്ടോ ഒരു ഇത്. അല്ല PKM കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ കുട്ടികൾ അവിടെ എക്സാം ചെയ്തലുണ്ട്. അങ്ങനല്ലേ 10ല് കൂടുതൽ കുട്ടികൾ ആംബിയൻസും കാറ്റും ആ വെളിച്ചും ആ കടലിൽ അത് കിട്ടണമെങ്കിൽ രാജാസ് തന്നെ പോകണം. രാജാസ് വൈബ് രാജാസ്കന്റെ ആ ഉച്ച നേരത്തെ അല്ലെ വൈകുന്നേരം നേരത്തെ ആ കാറ്റൊക്കെ കണ്ട് വീശുമ്പോ ഉണ്ടാവല്ലോ. കടല് പോയ പഠിച്ചാനാണ്. അല്ല നിങ്ങൾ എന്നിട്ട് എന്താ കാട്ടിൽ അവിടെ നിന്ന് വേണ്ടേ? ആ വീഡിയോ കോലായ്മ നിക്കുന്നുണ്ടല്ലോ എല്ലാരും കൂടി. എന്തിനാ പഠിച്ചാനാ പോണേ? അതേമാതിരി അപ്പൊ നിങ്ങള് കാറ്റുകൊള്ളാൻ പോണം. അല്ല നോമ്പ് നോമ്പ് ഇല്ലാത്ത സമയത്താണ് മുട്ടായി. നോമ്പിനല്ല. അല്ല നമ്മള് ബാക്കിൽ JCB ആണ്. നോക്ക് അലാക്കിന്റെ വലിയൊരു JCB കൊക്കാണ് കാണുന്നത്. കൊണ്ടോട്ടാ കോൺസെൻട്രേഷൻ ആണ്. ഇനി നമ്മളായിട്ട് തെറ്റിക്കണ്ട. ക്യാമറ ആയിട്ട് വീഡിയോ എടുക്കേണ്ട താത്ത അറിയില്ല. നമ്മൾ ഉത്തരവാദിയോ വണ്ടി അല്ല. നിങ്ങള് ഓക്കെ നമ്മള് നോമ്പറക്കാൻ പോണ്. നിങ്ങൾ അടിച്ച് മിന്നോ അത് പറയും. ചെലവരൊക്കെ ഉണ്ടിട്ടാ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പൊന്നൂനും പോലെ നോമ്പറക്കാൻ വേണ്ടിട്ടാ 2 സാധനം നിന്നപ്പോ ഇടാ പള്ളറിഞ്ഞിടാ. അങ്ങോട്ട് ഇപ്പോഴും വലിയ ഡയലോഗ്. എന്ത് നല്ല ഒരു കാര്യം പറയട്ടെ. എന്താണ് ഒരു കാട, ഒരു ബ്രോസ്റ്റ്, പിന്നെ ഒരു മാങ്ങ ഉപ്പിലിട്ട ഒരു മസാല, പിന്നെന്തേനോ ഉപ്പിലിട്ട മസാല. ആ ഉപ്പിലിട്ട മസാല ഇല്ലേ അതാണ്. ഞാൻ വരക്കത് മുണ്ടാന്ന കഥയില് ചോദ്യം. അതെ പിന്നെന്തേനോ വേറെ സാധനം കൂടി ഇന്നല്ലോ. പിന്നെ മുന്തിരി ഉപ്പിലിട്ടത്, പിന്നെ പൈനാപ്പിള്. പിന്നല്ലേ ഈ കാടൊക്കെ പൊരിച്ച ഒരു ഫുള്ളൊക്കെ നിന്നിട്ടുണ്ട്. പിന്നെ ആർക്കാണ് അതും. പിന്നെ നോമ്പ് ഗ്യാസ് ഇട്ടത് അല്ലാതെ കൊണ്ടോട്ടെ. അല്ലെങ്കിൽ ഫുള്ള് മന്തിയെങ്കിലും തട്ട് പിന്നെ മാറ്റി പിന്നെ കൊണ്ടുവരണോ? ഒന്ന് തട്ട് മാറ്റി കൊടുക്കാം. തട്ട് മാറ്റും. ഇന്ന് നമ്മൾ എന്തായാലും ഫുള്ള് മന്തി കഴിഞ്ഞാൽ തട്ട് മാറ്റും. ഇതാണ് ഞങ്ങൾ ഇന്ന് ഒരു ഐഡിയ പറഞ്ഞുതരാ. ഞങ്ങള് ഒരു തട്ട് മാറ്റാണെങ്കിൽ ഞങ്ങൾക്ക് നിക്ക് വരണേ മിനിമം ഞങ്ങൾ ഇട്ടു ആദ്യം 3 തട്ട് മാറ്റണം. നിങ്ങൾ എല്ലാരും കൂടി കൂടിയിട്ട് അത് പറ്റുമോ? നമുക്ക് അൺലിമിറ്റഡ് മാക്സിമം 2 തട്ട് മാറ്റും. 2 തട്ട് മാറ്റാം. ഒരു മൈക്കോടെ ഞാൻ പറഞ്ഞു. ഇതിവിടെ ഒന്ന് കുത്തണായിരുന്നു. ഇതിപ്പോ അങ്ങനെ കൈ പിടിക്കാം. കെൻസാടെ മുന്നിൽ കൈ പിടിച്ചോ. ആ തട്ടിന്റെ കാര്യം അതോടക്കട്ടെ.
തട്ട് ആ ഞാൻ പറഞ്ഞുതരാം. ഇതൊന്ന് ഇവിടെ വെച്ചാൽ മതി പൊന്നോ, മുന്നിൽ വെച്ചാൽ മതി. ഇവിടെ ആ എന്റെ കയ്യിലുണ്ടായാൽ മതി. ഇവിടെ എല്ലാവർക്കും ഉണ്ട്. അല്ല ഇതൊക്കെ ആ പറ. തട്ട് പറഞ്ഞാല് 2 തട്ട് മാറ്റുന്നാല് പോട്ടെ, ലാവിശ് ആയിക്കോട്ടെ. ആ. 2 തട്ട് മാറ്റും. ആ. ഞങ്ങള് നെസ്റ്റോക്ക് കൊണ്ടുവന്നു, തിരൂര് നെസ്റ്റോക്ക് പറ്റുമോ? ആ 2 തട്ട് മാറ്റിയാണെങ്കിൽ നിങ്ങളെ തിരൂര് നെസ്റ്റോ ഞാൻ മൊത്തം കാണിച്ചു ആ തരും. എന്നായിക്കോട്ടെ. 3 തട്ട് മാറ്റിയാണെങ്കിൽ തിരൂര് നെസ്റ്റോ പിന്നെ മൊത്തം ഉടായിപ്പിലായത്. ആണോ ഇതൊക്കെ ഓ ഇതെന്താ നോമ്പ് തുറ ബഞ്ചാരേ. അപ്പൊ സെറ്റ് ആവും. അപ്പൊ നമ്മള് ഡീല് പറഞ്ഞ കയ്യില് വേറെ വർത്താനല്ലേ. ആ 2 തട്ട് 3 ആദ്യത്തെ ചോറ് കൊണ്ടുവരുമ്പോഴത്തേര് അതില് പീസ് എന്താ ഷാഹിദങ്കിൾ ഇവിടെ തന്റെ 3 തട്ടലോ. ആ 3 തട്ട് 2 നോക്കാം. എന്നാ അങ്ങനെ ഇനി അവിടെ എത്തിയിട്ട് കാണാം. അതല്ലത് ബാക്കിലുള്ള മുണ്ടാക്കണവർക്ക് വർത്താനം പറഞ്ഞോളി. ആ എത്തി പറയണം നിങ്ങൾ എത്താ. അപ്പൊ അത് മുണ്ടാക്കണില്ലേ. ആ തിന്നാൻ നോക്കാൻ ശ്രമിക്കണം, അത് നിർബന്ധമാണ്. ഓക്കെ അപ്പൊ എന്തായാലും ഇനി പോയിട്ട് വരാം. ഓക്കെ സെറ്റ് ബൈ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഇവിടെ എല്ലാരും തിന്നണ തിരക്കിലാണ്. എങ്ങനെയുണ്ട് പൊന്നോ? ഇത് എത്രാമത്തെ തട്ടായി? ഞങ്ങൾ എത്തിയപ്പോ നേരം വൈകില്ലേ? ഒരു ക്ലാസ് ഇട്ട് കഴിഞ്ഞാല് 2 പ്രാവശ്യം ഇടാൻ പറഞ്ഞു. നെസ്റ്റോക്ക് പറഞ്ഞു. 2 പ്രാവശ്യം ഇട്ടു. 3ാമത്തെ തട്ടിൽ എടുക്കാൻ പോണേ. അപ്പൊ ഞങ്ങൾ നെസ്റ്റോക്ക് ഞങ്ങള് പറഞ്ഞു. നെസ്റ്റോക്ക് നമുക്ക് കൊണ്ടുപോകും. അത് 3ാമത്തെ തട്ടായിട്ടാ. തണുത്ത് പോണിങ്ങാണ്. തിന്നാൻ പറ്റൂല, ഗ്യാസാണ് മറ്റേതാണ്. ഇവര് ഇവലെന്താ കാട്ടുകാരുകള്. ഇത് നോമ്പ് പറഞ്ഞ ഇതാണ്. ഓറഞ്ചും സാധനങ്ങളും മൊത്തം അവിടെ. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ചോറിനാൻ വേണ്ടി കാത്തിക്കടാ കെൻസ. പിന്നെ എങ്ങനെ പോവാതിക്കുക. നമ്മൾ അവിടുന്ന് ഇതുവരെ വന്നാൽ മുതലാക്കും. അത് വേറെ കാര്യം. ചോറ് പറഞ്ഞത് നിങ്ങള് മട്ടന് ബീഫ് ട്രൈ ആയിട്ടാണ്. ലൊക്കേഷൻ പിന്നെ കൗട്ടർ തിരൂര്. അങ്ങനെ കാര്യ എന്നിട്ട് പറയൂ. ലൊക്കേഷൻ ആണെങ്കിൽ കൗസറി അങ്ങനെ പറയണം. അത് തിരൂരാണ്. ലൊക്കേഷൻ മോനെ അതൊക്കെ നോക്കി ഇതിലൊക്കെ ഉണ്ടിട്ടാ. തട്ട് പറയല്ലേ. ആ 3 ഇപ്പൊ ഒരു തട്ട് മറ്റേ തട്ട് കൂട്ടുവോ? തട്ടല്ലേ തട്ടല്ലേ തട്ട് കൂട്ടി അതേമാതിരി റബനപ്പാണ്. അല്ലെങ്കിൽ ഗ്രബ്ജിയോ ആണ്. ഗ്രബ്ജിയോ സെവനപ്പ്. നല്ല പൊസിഷൻ ഉണ്ട്. റൈസൊക്കെ നല്ല ഫ്ലേവർ ഉണ്ട്. ഉഷാറാണ്. പ്രത്യേകം പറയട്ടെ, കാരണം റൈസാണ് ഇതിൽ മെയിൻ. റൈസ് ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും വെറുതെ തിന്നാണ്ടി. ഇവിടെ എത്രമാരി ആൾക്കാരല്ലേ അവിടെ. ഞങ്ങൾ ഇവിടെ കേറി പോവാ. ഇന്ന് പണിയാ. ഞങ്ങൾ ഇവിടെ കേറി പോ. എത്ര നേരം വൈകി നമ്മള്. പിന്നെ ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും. ഇല്ല അപ്പൊ എപ്പോടാ ഇവിടെ ബാങ്ക് കൊടുക്കണല്ലോ. നമ്മളവിടെ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞു. തിരൂരായതുകൊണ്ട് കുറച്ച് ദൂരം. അവിടുന്ന് കേക്കണേ വെച്ചിട്ടായി. ആ തലക്കത് ബാങ്കിന് കൊടുത്തോന്നാണ്. അതാണ് സത്യാണ്. പിന്നെ കേൾക്കുള്ളൂ. അപ്പൊ ഞങ്ങള് ബാങ്കിനെക്കാളും വേഗത്തിൽ സഞ്ചരിച്ചു ഇവിടെ എത്തി. സുഹൃത്തുക്കളെ അങ്ങനെ 300 ചെലവ് കഴിഞ്ഞ് അവിടെ കുറച്ച് അവിടെ ലാഗ് ആയതുകൊണ്ട് ഞങ്ങള് കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. വെറുതെ കുറെ ലാഗ് അടിച്ച് നിങ്ങള് വീഡിയോ കണ്ടിട്ടില്ല. കുറച്ച് കട്ട് ചെയ്ത് അലമ്പുണ്ട. അപ്പൊ ഇവിടുത്തെ ആംബിയൻസ് എങ്ങനെ? എന്ത് വായിച്ചാ അതൊന്ന് വായിച്ചാ എല്ലാരും വായിച്ചേ. അതെന്ത് നീക്കണത്? ഓരോരുത്തര് നിക്ക് പറയ്. എന്താ വെച്ചാ മസ്കുറ
നാലിട് മൂട് ഐഡിയ ഉണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താ മുസ്കുറാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ അറബിയൊക്കെ മുസ്കുരാക്കെ ജീവനായി. അതിന്റെ അർത്ഥം കാട്ടറബി എന്ത് നന്നാ എന്തോ ആണ് കര ആ ചിരിക്കുക ചിരിക്കാന്ന് അർത്ഥം അതാ മുസ്കുറിന്റെ മുസ്കുറാന്ന് പറഞ്ഞാൽ ഏക് ബാർ മുസ്കുറാ അറബി ചിരിക്കുന്നുണ്ട്. അറബി ചിരിക്കുന്നു അറബിനോട് രണ്ടു വാക്ക് ഹലോ കാട്ടറബി അല്ല നമ്മൾ ഇത് കണക്ക് പറഞ്ഞില്ല നമ്മൾ എത്ര തട്ടിട്ട് പറയും മൂന്ന് തട്ട് മൂന്നെണ്ണം ആ 3 തട്ടിട്ടാ ഞങ്ങള് 3 തട്ട് നെക്സ്റ്റ് പോക്കിന്റെ ബില്ല് പാസ് ആയിക്കണേ. അടുത്ത വ്ലോഗ് നെക്സ്റ്റ് പോക്കിന് ഉണ്ടാവും. ഇത് കഴിഞ്ഞാൽ പൊന്നു സാറിനൊക്കെ റെസ്റ്റ് ആണ്. കാരണം എന്താ വെച്ചാല് എക്സാം കാര്യങ്ങൾ വരുവാണ്. ഇനി ഒരു വ്ലോഗ് ഉണ്ടാവുകയാണെങ്കിൽ ഇൻഷാല്ല എന്നേ കാര്യം എക്സാം കഴിഞ്ഞിട്ടാവുക. അത് ഇനി അഥവാ ഉണ്ടെങ്കിൽ നമ്മള് ഇടവിട്ടുണ്ടെങ്കിൽ ഞങ്ങള് വ്ലോഗിൽ വരാം. ഇല്ലെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് അടുപ്പിച്ച് അങ്ങ് വരും. എക്സാം കഴിഞ്ഞ ഡെയിലി ഉണ്ടാവും. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും മക്കോട്ടെ വ്ലോഗ് ഉണ്ടാവും. അപ്പൊ കൗസർ നമുക്കാണ് നടന്നാൽ നമ്മളെ വണ്ടിക്ക് സ്ഥലത്ത് വിശാലമായ പാർക്കിങ്ങോട്ട് കൂടി കൗസർ കുളിമന്തി നോമ്പ് തുറ. ഇവരാണ് നമ്മുടെ വീഡിയോയിൽ നേരത്തെ വന്നത്. കുറെ ആൾക്കാരുണ്ടല്ലോ. കുറെ ആൾക്കാരുണ്ട്. ഇന്നലെ രണ്ടാളല്ലേ ഉള്ളേനെ. ഇത് നമ്മള് ആൾക്കാരെ ഇത് ബ്ലോഗ് ടീമാ. എങ്ങനെയുണ്ട് ഫുഡ് ടേസ്റ്റ്? ഫുഡ് ഉഷാറാണ്. നിങ്ങളെ പോലെ പെർഫെക്റ്റ് ലുക്കല്ലേ. ഇറച്ചിയൊക്കെ നല്ല നല്ല സ്മൂത്ത് ആൻഡ് സ്പൈറ്റി എന്തോ ആണ്. അവിടുന്ന് മുങ്ങി. എന്നായിക്കോട്ടെ പോവാ. എന്നാ വരി നമുക്ക് നമ്മള് പാർക്കിങ്ങിലോട്ട് പോവാം. വരൂ കൂട്ടുകാരെ ഒന്നിച്ച് നമുക്ക് പോയാൽ നമ്മളെ ചെക്കന്മാരും കൂടി അയാളെന്തോ പഠിക്കിട്ടടാ. അയാൾ ഇവിടെ മറ്റേ ഇത് ചോദിച്ചാണ് എന്ത് മറ്റേ സുനാപ്പി. അയാളെന്തോ പഠിക്ക് വേണ്ടി പുറത്ത് കിട്ടാണ്. അയാൾ നമ്മളോട് അഭിപ്രായം ചോദിച്ച് അയാൾ വേഷം മാറ്റി ഇങ്ങനെ ഏതായാലും പോട്ടെ. ഇത് ആളുകൾ മനുഷ്യരെ കാണാത്ത കണ്ട രൂപത്തിൽ ഞങ്ങൾ നോക്കുകയാണ് ഇപ്പോൾ. സുഹൃത്ത് നിങ്ങൾക്ക് എന്ത് രണ്ടു നോക്കി സംസാരിക്കാനുണ്ടോ? നിങ്ങൾ ഇൻവേർട്ടർ ഇതിനെ കുറിച്ച് എന്താ പറയുന്നത്? ഇത് വളരെ നല്ലൊരു ഇത് വളരെ നല്ലത് തന്നെയാണ്. അടിപൊളിയാണ്. ഇതിനു വേണ്ടി നിങ്ങൾ എല്ലാ ഇതും എല്ലാത്തും നൽകും. നിങ്ങളോ ബ്ലോഗ് എടുത്ത് പഠിച്ചാണ് ഞങ്ങള്. വരുമ്പോ ഇത് വരൂ. അത് വരും. ഇല്ല ഞങ്ങൾ പഠിച്ചാണ് എങ്ങനെ എടുക്ക ഇന്റർവ്യൂ. ആ കഴിച്ചു ഉഷാറല്ലേ. റേഷപടി പോകണ്ട. ക്യൂ ഡൗട്ടാ. എന്താ പറയുന്നത്? ഞങ്ങളെ വാർത്തെടുക്കുന്നു. വേണ്ട വെറുതെ രണ്ടു വാക്ക് സംസാരിക്കാം. റമലാനെ കുറിച്ച് എന്താ പറയുക വെച്ചാലോ, അത് നോമ്പെടുക്കണം, ബാങ്ക് കൊടുത്ത മുറിച്ചണം, പിന്നെ നോമ്പെടുക്കണം, മാസം കിടന്നു നോക്കണം. വേണ്ട ഓക്കെ വേണ്ട ഞങ്ങൾ പോട്ടേതാ. ഏത് നിങ്ങളെ മെയിൻ നിങ്ങളെ വർക്കത്തോണ്ട് ഞങ്ങൾ കളിക്കട്ടെ. അതെ ആക്റ്റീവാട്ടാ. സോഷ്യൽ മീഡിയ ആക്റ്റീവാണ്. നിങ്ങൾ എനർജി കിട്ടുന്നത്. എനർജി അയ്യോ അല്ലത്തുല്ല കെൻസായി കൂടെ പൊളിച്ചു തിമിർത്തി കാലക്ക്. നമുക്ക് വേണ്ട പോലെ ജീവിക്കുക. ഈ വണ്ടിന്റെ പേര് നിങ്ങൾക്ക് എന്താന്ന്? ഹൈദർ അല്ല ബാക്കിൽ അതിന്റെ പേര് നോക്ക്. ഹൈദർ എന്നാണ് അതിന്റെ പേര്. നോക്ക് ബാക്കിൽ എഴുതി ചോദിക്കണ പോയി. ഹൈദർ കണ്ട ബാക്കിലേക്ക്. ഹൈദർ 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 ഹൈബ്രിഡ് വേറെ ഹൈദർ എന്നെ പേര്. ഹൈദർ ഇത് ഇനി എല്ലാവർക്കും അറിയാലോ. ഏത് ഒരു സിൽവാറ്റിക് ഷോട്ട് ആയിക്കോട്ടെ. അല്ലോ അപ്പൊ നിങ്ങള് എത്ര തിന്ന് മക്കളെ? 3 പ്ലേറ്റ്. 3 പ്ലേറ്റ്. 3 തട്ട് മലപ്പുറം ഞാനങ്ങി എടുക്കുവാണ്. 3 തട്ടുന്നോണ്ട് ഇവരെ നെസ്റ്റോക്ക് കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങിലാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. സുഹൃത്തുക്കളെ, ചാപാടികളെ, കലാസ്നേഹികളെ, പൊന്നു പോണ നായ്ക്കളൊക്കെ ഓടിച്ചാടി വണ്ടിട്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് വിടാം. കേറുമ്പോ പൊടി തട്ടിക്കാണ്ട് കേറും. അല്ല ഒരു പൊന്നു വണ്ടി
എനിക്ക് ഈ വണ്ടിയിൽ ഇങ്ങനെ ചളിയാക്കാൻ എനിക്ക് ഇഷ്ടമില്ല. അത് ആർക്കായാലും പൊന്നിന്റെ സ്വന്തം വണ്ടി പോലെ കാണുന്നത്. അതായത് എങ്ങനെ വരുന്ന വെച്ചാല് കണ്ടുപഠിക്കുക. പൊന്നു കാണിച്ചു തരും. എന്നിട്ട് ഇങ്ങനെ ഉള്ളിൽ കയറുക. ഓ ചളിയാവാൻ പാടില്ല. അന്ന് പൊടി മൊത്തം പറഞ്ഞേക്കണം. എന്നാലും പറഞ്ഞ സംഭവം പാളിക്കണേ. പാത്തമാരി കയറി നമുക്ക് ഇതിലൂടെ പോയാലോ? നമുക്ക് ഇതിലോട്ട് പോയാലോ ഇന്തുട്ടിയെ? അവിടെ കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലേ. ഏതായാലും കാറ് കയറ്റി വൈൻഡപ്പാക്ക. മൈക്ക് വേണമെങ്കിൽ പറഞ്ഞൊക്കെ വ്ളോഗ് കേൾക്കൂട്ടെ. ഞാൻ കേട്ടോട്ടെ, കേക്കണല്ലോ, കേക്കണല്ലോ, കേക്കാമല്ലോ. അപ്പൊ സുഹൃത്തുക്കള് ഇന്നത്തെ മന്തി ഇവൽക്കൊന്നും ഡോററിയില്ല. നമ്മളുടെ അപ്പൊ സുഹൃത്തുക്കള് പോട്ടെ. ഇന്നത്തെ കൗസർ വ്ളോഗ് ഇവിടെ അവസാനിച്ചു. ഇപ്പൊ 2 തട്ട് തിന്നോണ്ട് നമ്മൾ നെസ്റ്റോ കൊണ്ടുപോവാണ്. 3 തട്ട് തിന്നോണ്ട് ഇവരെ നെസ്റ്റോ കൊണ്ടുപോവാണ്. നിങ്ങൾ ആരും നെസ്റ്റോ കണ്ടിട്ടില്ലല്ലോ? ഞാനൊന്നും കണ്ടിട്ടോ. എങ്ങനെയായിരിക്കും? നെക്സ്റ്റ് പോലെ ഉണ്ടാവും. നെസ്റ്റ് കാറിന്റെ ഷോറൂമാ തോന്നുന്നുണ്ടല്ലേ? അല്ലടാ, പൊളി മാർക്കറ്റാണ്. അപ്പൊ എന്നാല് ഈ വ്ളോഗ് നെസ്റ്റ് എന്തേക്കാരടാ? എനിക്കൊരു ഐഡിയ കിട്ടണ. നെക്സ്റ്റ് എന്താ അറിയില്ല. എന്താണ് പഴയ സാധനം ഞാനായ റബ്ബേ കാഞ്ചന സ്വാമിയെ നെസ്റ്റ്? ഇതല്ലേ പൊളി മാർക്കറ്റ് അല്ലല്ലോ? ആ സൂപ്പർ സൂപ്പർ മാർക്കറ്റ് പൊളി മാർക്കറ്റാണ്. ഹൈപ്പർ മാർക്കറ്റ് ആണ്. ആ ഒരു മുത്ത് പോയി ഇതിന്റെ. അതാ ഹൈപ്പറിന്റെ പവർ. അപ്പൊ ഏതായാലും നെസ്റ്റോക്ക് കെട്ടിട്ട് പുതിയ വ്ളോഗിൽ കാണാം. അപ്പൊ ഓക്കെ, ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യാ. പൊന്നി SLC ആണ് പാസ്സാൻ തോർക്കാം. ആമീൻ.